CPM വിട്ട് പുറത്തുപോയി മത്സരിച്ച് വിജയിക്കുകയും MLA ആവുകയും ചെയ്ത നേതാക്കന്മാരെ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശേഷിപ്പിച്ചത് വർഗവഞ്ചകർ എന്നാണ്. ഗോവിന്ദന്റെ പരാമർശത്തിന് മറുപടിയുമായി നേരത്തെ തന്നെ MLA-മാരായ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും രംഗത്ത് വന്നതാണ്. രണ്ടുപേരും MV ഗോവിന്ദന് കണക്കിന് കൊടുത്തു. ഏവരും കാത്തിരുന്നത് G സുധാകരന്റെ പ്രതികരണത്തിനാണ്. കാത്തിരിപ്പുകൾക്കൊടുവിൽ G സുധാകരൻ രംഗത്ത് വന്ന് ഗോവിന്ദനിട്ട് കണക്കിന് കൊടുത്തു. തനിക്ക് അല്പം ഉളുപ്പുണ്ടോ എന്ന് വരെ ചോദിച്ചാണ് G സുധാകരൻ ആഞ്ഞടിച്ചത്. കണ്ണൂർ ജില്ലയിൽ UDF 5 സീറ്റായാണ് വിജയിച്ചത്. എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അല്പം ഉളുപ്പെങ്കിലും കാണേണ്ടതല്ലേ എന്നായിരുന്നു G സുധാകരന്റെ വിമർശനം. MV ഗോവിന്ദന് രാഷ്ട്രീയ വകതിരിവില്ലെന്നും അദ്ദേഹം പാർട്ടിക്ക് യോജിച്ചയാളല്ലെന്നും G സുധാകരൻ ആരോപിക്കുന്നുണ്ട്. ഗോവിന്ദൻ നേതൃസ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്നും പാർട്ടി അദ്ദേഹത്തെ നീക്കം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗോവിന്ദന് വർഗവഞ്ചകൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ലെന്ന് സുധാകരൻ പരിഹസിക്കുന്നു. തൊഴിലാളി വർഗത്തെയും കർഷകരെയും പരാജയപ്പെടുത്തുന്നവരാണ് യഥാർത്ഥ വർഗവഞ്ചകരെന്നും കണ്ണൂരിൽ UDF 5 സീറ്റുകളിൽ വിജയിച്ചത് പാർട്ടിയുടെ പരാജയമാണെന്നും അമ്പലപ്പുഴ MLA ആഞ്ഞടിച്ചു ചോദിക്കുന്നുണ്ട്. താൻ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതല്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരം മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ഭരണഘടന പ്രകാരം ഇതിന് അംഗത്തിന് അവകാശമുണ്ട്. AKG, EMS തുടങ്ങിയ നേതാക്കളുടെ കാലത്ത് പാർട്ടിയിലെത്തിയ ആളാണെന്നും ഗോവിന്ദൻ തനിക്ക് വളരെ ജൂനിയർ ആണെന്നും സുധാകരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഗോവിന്ദനെ തീർത്തു കിട്ടിയിരിക്കുകയാണ് G സുധാകരൻ. അപ്പോൾ എൻ്റെ പേര് പറയേണ്ട യാതൊരു കാര്യവും ഗോവിന്ദനില്ല. ഇപ്പോൾ ഗോവിന്ദൻ്റെ എന്താ പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള വകതിരിവുകേടാണ്. ഞാൻ അയാളെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഗോവിന്ദൻ വർഗവഞ്ചകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഗോവിന്ദൻ അറിയില്ല. വർഗം എന്താണെന്ന് ഗോവിന്ദൻ അറിയില്ല. ഞാനിതൊക്കെ വിശദീകരിച്ചു. ഞാൻ യോഗങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് വർഗവഞ്ചകൻ. ഗോവിന്ദനതൊന്നും അറിയില്ല. വലിയ സൈദ്ധാന്തികനാണെന്ന് നിങ്ങൾ പത്രക്കാർ കൊടുത്ത യാതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു ലേബൽ കൊടുക്കുക. ഒരു സൈദ്ധാന്തികനുമില്ല. അറിയത്തില്ലല്ലോ, അല്ലെ ഇത് പറയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ഒന്നിൽ ഒഴിയണം, അല്ലെ പാർട്ടി അയാളെ പുറത്താക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. CPM ഒരുപാട് അധപതനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും 5 ലക്ഷം അംഗങ്ങളുള്ള ആ പാർട്ടിയെ സ്നേഹിക്കുന്ന, മാർക്സിസത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഉണ്ട്. നേതൃത്വത്തിൽ പലർക്കും പല പ്രശ്നം. അതിൽ ആ നേതൃത്വത്തിലിരുന്ന് ആ പാർട്ടിക്കെതിരായി, സ്വന്തം പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഗോവിന്ദൻ. അത് നശിക്കട്ടെ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജില്ലയായ കണ്ണൂരിൽ 5 സീറ്റ് UDF ജയിച്ചിരിക്കുന്നു. അയാൾക്ക് യാതൊരു ഉളുപ്പുമില്ല, ഒരു വിഷമവുമില്ല. പണ്ട് ഒരു സീറ്റൊക്കെ കഷ്ടിച്ച് 5 സീറ്റാണ് സ്വന്തം ജില്ലയിൽ പോയത്. അപ്പോൾ തൊഴിലാളി വർഗത്തെയും കർഷക വർഗം, ഇതാണ് വർഗങ്ങൾ. ഞങ്ങളുടെ വർഗങ്ങൾ തൊഴിലാളി വർഗവും കൃഷിക്കാരുമാണ്. എതിർവർഗം മുതലാളി വർഗം, സാമ്രാജ്യത്വ വർഗം, ബൂർഷ്വാവർഗം. മൊത്തത്തിൽ ബൂർഷ്വാവർഗത്തിന് അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾക്ക് അല്ലെങ്കിൽ മുതലാളി വർഗത്തിന് സന്തോഷമുണ്ടാക്കി സ്വന്തം വർഗത്തെ പരാജയപ്പെടുത്തുന്ന ആളാണ് വർഗത്തെ വഞ്ചിക്കുന്നതെങ്കിൽ ഗോവിന്ദനാണ് വർഗവഞ്ചകൻ. സൈദ്ധാന്തികമായി ഗോവിന്ദനാണ് വർഗവഞ്ചകൻ. പ്രായോഗികമായി ഗോവിന്ദനാണ് വർഗവഞ്ചകൻ. തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചു. അതിൻ്റെ ആശയങ്ങളല്ല പറയുന്നത്. ഞാൻ CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ടതല്ല, ഞാൻ രാജിവെച്ചതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നപ്പോൾ അത് വർഗവഞ്ചനയാവുന്നത് എങ്ങനെയാണ്? അതെങ്ങനെ? പാർട്ടി ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് മെമ്പർമാർക്ക് രാജിവെക്കാം. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാണെങ്കിൽ പുറത്താക്കും. രാഷ്ട്രീയ കാരണമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പുതുക്കാതെ മാറിയത് ഒത്തിരി കാലം കഴിഞ്ഞാൽ ഇതൊക്കെ വെളി വന്നത്. അപ്പോൾ പാർട്ടി ഭരണഘടനയിൽ തന്നെ ഒരു മെമ്പർക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഉപേക്ഷിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ പാർട്ടിയിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ രാജിവെച്ചാൽ പാർട്ടിയിൽ നിന്ന് പുറത്താകും. രാജി അംഗീകരിക്കില്ല. ഞാൻ സ്വയം മാറിയതാണ്. പാർട്ടിയെപ്പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ രാജ്യം പോയി ഇതെന്ന് പറഞ്ഞതാണ്. അവരെല്ലാം അംഗീകരിച്ചതാണ്. അപ്പോൾ വർഗവഞ്ചകൻ ഗോവിന്ദനല്ലേ? പാർട്ടി ഭരണഘടനയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ആളല്ലേ വർഗവഞ്ചകൻ? നാണമില്ല ആ സീറ്റിലിരിക്കാൻ. എന്താണ് അദ്ദേഹം പറയുന്ന പോലെ തിരിയുമോ നിങ്ങൾക്ക്? അദ്ദേഹം പറയുന്ന പോലെ നിങ്ങൾക്ക് തിരിയുമോ? മലയാള ഭാഷയിൽ തെറ്റില്ലാതെ പറയാൻ അറിയാമോ? കോടാനുകോടി വരുന്ന ഈ നാട്ടിലെ വിദ്യാസമ്പന്നരും പ്രബുദ്ധരും ഒക്കെ ആയിട്ടുള്ള ജനങ്ങളോട് സംസാരിക്കാൻ ഈ സെക്രട്ടറി കൊള്ളാവോ? ഗോവിന്ദനോട് കാര്യം മനസ്സിലാക്കണം. വായടയ്ക്കുന്നതാണ് നല്ലത്. ഞാൻ CH കണാരൻ്റെയും AKG-യുടെ EMS-ൻ്റെ കാലത്ത് പാർട്ടി വന്ന ആളാണ്. ഗോവിന്ദനൊന്നും അന്ന് പാർട്ടിയിലില്ല, വളരെ ജൂനിയറാണ്. ഞാൻ ഇന്ന് വരെ ഗോവിന്ദനെതിരെ ഒരു അക്ഷരം സംസാരിച്ചു. അവസാനം കൊത്തി പുറത്ത് കയറി കൊത്തുകയാണ്. ഒരു കാര്യമില്ല എന്നെ പറ്റി പറയാൻ. ഞാൻ വർഗവഞ്ചകനാണ്, നിങ്ങളാണ് വർഗവഞ്ചകൻ.
വർഗത്തെ ആരാണോ വഞ്ചിക്കുന്നത് അവരാണ്. ഞാൻ തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചിട്ടില്ല, ഞാൻ കൃഷിക്കാരെ വഞ്ചിച്ചത്. അവർക്ക് വേണ്ടിയാണ് ഇപ്പോഴും ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു പാർട്ടിയിൽ ചേർന്നിട്ട് പോലുമില്ല. കോൺഗ്രസ് തന്നെ ചളിക്കുണ്ടിൽ വീണമെന്ന് വേറൊരു പോളിറ്റ് ബ്യൂറോ. ഞാനൊരു ചളിക്കുണ്ടിലും വീണില്ല, ഞാനൊരിടത്തും പോയില്ല. കോൺഗ്രസ് ചളിക്കുണ്ടാണെങ്കിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസും മുസ്ലിം ലീഗും DMK നടക്കുന്ന മുന്നണിയിലല്ലേ CPM ഉം CPI ഉം 4 പാർലമെന്റ് സീറ്റ് കിട്ടുന്നത് കോൺഗ്രസിന്റെ പിന്തുണയോടെ അല്ലേ? രാജസ്ഥാനിൽ ഒരു സീറ്റ് കിട്ടുന്നത് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അല്ലേ? പറ. കേരളത്തിൽ നിന്ന് ആകെ ഒരു സീറ്റാണ് കിട്ടിയത്, സ്വന്തം ശക്തി.